ഭയങ്കരമായ രാത്രിയിൽ കടലിൽ തിരമാലകൾ വല്ലാതെ അടിച്ചുകൊണ്ടേയിരുന്നു. ഒരു ചെറിയ മര ബോട്ട് ആ തിരമാലകൾക്കിടയിൽ കൂടി വരികയായിരുന്നു. രാഘവ് തന്റെ ബോട്ടിനെ നിയന്ത്രിക്കാനായി ശ്രമിക്കുകയായിരുന്നു. മഴ പെയ്യുന്നത് കാരണം അവന്റെ തുണികളൊക്കെ നനഞ്ഞിരിക്കുകയായിരുന്നു. അവനെ കാണാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. ആ ബലത്ത കാറ്റിനിടയിൽ അവൻ കപ്പൽ വീഴാതിരിക്കാനായി നന്നായി ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ മരത്തിനെ പിടിച്ചു വച്ചിരുന്നു. പക്ഷെ കൊടുങ്കാറ്റ് നിൽക്കുന്നത് പോലെ ഒരടയാളവും ഇല്ലായിരുന്നു. എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കൂ. ഈ കൊടുങ്കാറ്റ് എന്നെ കൊല്ലുന്നു തോന്നുന്നു. എന്റെ ബോട്ട് പൊട്ടിപ്പോകുന്നു. അപ്പോഴാണ് ഒരു വലിയ തിരമാല വന്ന് ആ ബോട്ടിൽ മുട്ടിയത്. ബോട്ടിനകത്ത് വെള്ളം നിറയാൻ തുടങ്ങി. പിന്നെ അത് പതുക്കെ പതുക്കെ വെള്ളത്തിനടിയിൽ മുഴുകാൻ തുടങ്ങി. രാഘവിന്റെ കയ്യിൽ നിന്നും ബോട്ട് വഴുതിപ്പോയി. പിന്നെ അവൻ ആ കടലിനകത്ത് മുങ്ങാൻ തുടങ്ങി. ആരെങ്കിലും ഉണ്ടോ? രക്ഷിക്കൂ, എനിക്ക് നീന്താൻ വരില്ല, എന്നെ സഹായിക്കൂ. കുറച്ചു സമയത്തിനകം ആ കടലിന്റെ ആഴത്തിൽ അവൻ മുങ്ങിപ്പോയി. 3 ദിവസങ്ങൾക്ക് ശേഷം സൂര്യൻ നന്നായി പ്രകാശിക്കുകയായിരുന്നു. അവിടുത്തെ ചുറ്റുപാടും അല്പം ശാന്തമായി കാണപ്പെട്ടു. ഒരുപാട് ദൂരെ ഒരു ദ്വീപിന്റെ കരയുടെ അടുത്ത് രാഘവ് ബോധമില്ലാതെ നനഞ്ഞു കിടക്കുകയായിരുന്നു. ചോട്ടു ഒരു 10 വയസ്സുള്ള ആദിവാസി കുട്ടിയാണ്. രാഘവിനടുത്തേക്ക് ഓടി വന്നു. അടുത്തു വന്ന് രാഘവിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് നോക്കി. രാഘവ് ജീവനോടെ ഉണ്ടെന്ന് ചോട്ടു മനസ്സിലാക്കിയതും തന്നെ അവൻ അടുത്തുണ്ടായിരുന്ന എല്ലാരെയും വിളിച്ചു. അച്ഛാ, അച്ഛാ, ഒന്ന് വേഗം വരൂ. കടലിൽ പൊന്തി ഒരാൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവിടെയുള്ള ആദിവാസികളുടെ നേതാവ് ആ സമയത്ത് അവിടെ എത്തി. അദ്ദേഹം രാഘവിനെ നോക്കാൻ തുടങ്ങി. അദ്ദേഹം രാഘവിനടുത്ത് വന്ന് അവന്റെ കൈ പിടിച്ച് പരിശോധിച്ചു. ഇദ്ദേഹം ജീവനോടുണ്ട് ചോട്ടു. പക്ഷേ ഇവനെ കാണാൻ നമ്മളെപ്പോലല്ല. ഇദ്ദേഹം പുറത്തു ലോകത്തിലുള്ള മനുഷ്യനെന്ന് തോന്നുന്നു. കൊടുങ്കാറ്റ് ഇവനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛാ, ഇദ്ദേഹത്തിന്റെ വസ്ത്രം വല്ലാതെ ഇരിക്കുകയാണല്ലോ. ഇദ്ദേഹം നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ? ഇല്ല, ഇദ്ദേഹം ഇപ്പോൾ ക്ഷീണമായിട്ടുണ്ട്. നമ്മൾ ആദിവാസികളാണ്. ദശ അറിയാതെ ഇവിടെ വന്നവരെ മറന്നിക്കാൻ വിടില്ല. ഇദ്ദേഹത്തിനെ നമ്മുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവാം. ഭീം രാഘവിനെ തന്റെ തോളത്ത് തൂക്കിയിട്ടു. എന്നിട്ട് ആ ദ്വീപിലുള്ള തന്റെ ഗ്രാമത്തിലേക്ക് നടന്നു ചെല്ലാൻ തുടങ്ങി. ചോട്ടുവും അദ്ദേഹത്തിന് പുറകെ നടന്നു ചെന്നു. ഒരാഴ്ച അങ്ങനെ കടന്നുപോയി. രാഘവ് മുള കൊണ്ടും കളിമണ്ണ് കൊണ്ടും കെട്ടപ്പെട്ട ആദിവാസിയുടെ കുടിലിൽ വിശ്രമിക്കുകയാണ്. സോമ അവിടെ ഇരുന്ന് അവനെ നന്നായി നോക്കുകയായിരുന്നു. അവർ അവനെ ചികിത്സിക്കുകയായിരുന്നു. രാഘവ് പതുക്കെ പതുക്കെ തന്റെ കണ്ണു തുറന്നു. അവന്റെ മങ്ങലായ കാഴ്ച പതുക്കെ പതുക്കെ തെളിയാൻ തുടങ്ങി. സോമയുടെ വ്യത്യാസമായ വസ്ത്രധാരണ കണ്ട് അവൻ ഞെട്ടി എണീക്കാനായി ശ്രമിച്ചു. പക്ഷെ അവന് തീരെ വയ്യാത്തത് കാരണം വീണ്ടും അവൻ താഴേക്ക് വീണു. സോമ അവനെ താങ്ങി പിടിച്ചു. പിന്നെ അവൻ പതുക്കെ എണീക്കാനായി അവർ അവനെ സഹായിച്ചു. വിശ്രമിച്ചോളൂ, നീ ഇപ്പോൾ വളരെ സുരക്ഷിതനാണ്. നിന്റെ ശരീരത്തിൽ ഇപ്പോൾ തീരെ ശക്തിയില്ല. ഞാൻ എവിടെയാണുള്ളത്? നിങ്ങൾ എല്ലാവരും ആരാണ്? എൻ്റെ ബോട്ട് എവിടെ പോയി? ഞാൻ എൻ്റെ ഊരിലേക്ക് പോകണം. അപ്പോഴാണ് ഭീം ഒരു കുട്ടയിൽ ഫ്രഷായ കാട്ടിലെ പഴങ്ങൾ കൊണ്ടുവന്നത്. അദ്ദേഹം കുട്ട ഒരു മൂലയിൽ വെച്ചിട്ട് രാഘവിനടുത്തേക്ക് ചെന്നു. ഇത് ഞങ്ങളുടെ വീടാണ്. നിന്റെ ബോട്ട് പൊട്ടിപ്പോയി, പക്ഷേ നീ രക്ഷപ്പെട്ടു. ഈ ഔഷധച്ചാറ് കുടിക്കേ. സോമ ഔഷധച്ചാറ് ഒരു പാത്രത്തിൽ രാഘവിന് നൽകി. അവൻ കുറച്ചു സമയം ചിന്തിച്ചിരുന്നു. പക്ഷെ ആ ഔഷധച്ചാറിന്റെ മണം അവൻ ഒരുപാട് ഇഷ്ടമായി. അവൻ പതുക്കെ പതുക്കെ ആ ചാറ് കുടിക്കാൻ തുടങ്ങി. ആ രുചി അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് എന്താണിത്? ഇത് ഒരുപാട് രുചിയായിട്ടുണ്ട്. പിന്നെ എൻ്റെ വേദനകളും കുറയുന്നുണ്ട്. ഇതിൽ കാട്ടിലെ ഔഷധങ്ങളും കാട്ടിലെ തേനുമുണ്ട്. ഞങ്ങളുടെ കാടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ മരുന്ന്. തന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്ന ആദിവാസികളെ രാഘവ് നോക്കി. അപ്പോൾ അവന് മനസ്സിലായി അവൻ സുരക്ഷിതനാണെന്ന്. അവൻ വീണ്ടും തന്റെ കിടക്കയിൽ ശാന്തനായി കിടന്നുറങ്ങി. കുറച്ചാഴ്ചകൾ കടന്നുപോയി. ഇപ്പോൾ രാഘവിന് പൂർണ്ണമായും ഗുണമായി. അവൻ ഭീമിന്റെ കൂടെയും ചോട്ടുവിന്റെ കൂടെയും കാട്ടിൽ നടക്കുകയായിരുന്നു. 3 പേരും വ്യത്യാസമായ ഒരു ചെടിയുടെ അടുത്തേക്ക് വന്നു. അതിൽ നീല നിറത്തിൽ മരിച്ചീനി കിഴങ്ങ് ഉണ്ടായിരുന്നു. ഭീം ആ ചെടികൾക്ക് ഒരു കേടും കൂടാതെ അതിനെ ശ്രദ്ധിച്ചു പറിച്ചെടുത്തു. പിന്നെ ചോട്ടു അത് ഓരോന്നായി എടുത്ത് കുട്ടയിൽ നിറച്ചു. നിങ്ങൾ എന്തിനാ പച്ചക്കറികളെ ഇത്ര ശ്രദ്ധയോടെ എടുക്കുന്നത്? ഞങ്ങളുടെ ഗ്രാമത്തിലെ ആൾക്കാർ മൺവെട്ടി കൊണ്ട് ചെടി തന്നെ പറിച്ചേക്കും.
രാഘവ്, ഈ ഭൂമി നമ്മളുടെ അമ്മയാണ്. ഈ ഭൂമിയിലേക്ക് നമ്മൾ കഷ്ടം കൊടുത്താൽ ഇത് അടുത്ത പ്രാവശ്യം പച്ചക്കറികൾ തരില്ല. ഞങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതുമാത്രമാണ് ഞങ്ങൾ എടുക്കും. ദേ നോക്കൂ രാഘവ് ചേട്ടാ, ഇത് കിഴങ്ങാണ്. ഇത് തീയിൽ ചുട്ടെടുത്താൽ ഇത് വളരെ നല്ല രുചിയായിരിക്കും. ഇത് നമുക്ക് ശക്തി തരും. രാഘവ് അതിൽ നിന്നും ഒരു കിഴങ്ങെടുത്തു. എന്നിട്ട് അത് മണപ്പിച്ചു നോക്കി. അതിന്റെ മണം തന്നെ രുചിയുള്ളതായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കാട്ടിൽ വളരെ വ്യത്യാസമായ ചെടികളൊക്കെ അവൻ കണ്ടു. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരുപാട് ഉറവും മരുന്നുകളും അടിക്കുന്നു. എന്നാലും ഭക്ഷണത്തിൽ ഇതുപോലെ സുഗന്ധം വരുന്നില്ല. നിങ്ങളുടെ കാട് ഒരു പൊക്കിഷമാണ്. നിങ്ങൾക്ക് അത്യാവശ്യം വരുന്നവരെ കാട് പൊക്കിഷമായിട്ട് ഉണ്ടാവും. ശരി വാ, ഈ കാടിന്റെ ഭക്ഷണം എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരുന്നു. അവർ 3 പേരും മുന്നിലോട്ട് നടന്നു ചെന്നു. പിന്നെ അവരുടെ കുട്ടയിൽ ഒരുപാട് പഴങ്ങളും ഒരുപാട് കിഴങ്ങുകളും അവർ പറിച്ചെടുത്തു. രാത്രി സോമ ആ ഗ്രാമത്തിന് നടുക്ക് ആഹാരം പാചകം ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യുകയായിരുന്നു. പറിച്ചുകൊണ്ടുവന്ന നീലക്കിഴങ്ങ് പാനയിലുണ്ടായിരുന്ന വെള്ളത്തിൽ കഴുകി. എന്നിട്ടത് മുറിച്ചെടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിനെ മാറ്റി. അവൾ അതിൽ എണ്ണ ചേർക്കാതെ കാട്ടിലെ മസാലകളും പിന്നെ ചുവന്ന പഴത്തിന്റെ ചാറും ഒഴിച്ചു. രാഘവ് ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. സോമ മാഡം, നിങ്ങൾ എണ്ണയില്ലാതെ പാചകം ചെയ്യുന്നു. ഞങ്ങളുടെ സ്ഥലത്ത് എണ്ണയില്ലാതെ ഒരു പാചകം ചെയ്യാറില്ല. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്? ഇത് നമ്മൾ പച്ച മുളക്കമ്പിലിട്ട് തീയിൽ വെക്കുകയാണെങ്കിൽ മുളയിലുള്ള വെള്ളം ഇതിന് രുചി നൽകുന്നതാണ്. സോമ മസാല ചേർത്ത ആ പച്ചക്കറികളെ മുളത്തണ്ടിൽ നിറച്ചു. അവൾ അത് ഇല കൊണ്ട് മൂടി അത് കത്തിക്കൊണ്ടിരിക്കുന്ന കരിയടുപ്പിന് മുകളിൽ വെച്ചു. കുറച്ചു സമയത്തിനകം അതിൽ നിന്നും നല്ലൊരു മണം വരാൻ തുടങ്ങി. മണം വന്നു കഴിഞ്ഞു. രാഘവ് ചേട്ടാ, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിരൽ പോലും മറന്നു പോകും. അത്രയ്ക്ക് രുചിയായിരിക്കും. തുണി കൊണ്ട് ആ മുളത്തണ്ട് വളരെ ശ്രദ്ധിച്ചെടുത്തു. എന്നിട്ടത് കത്തി കൊണ്ട് അവൾ തുറന്നു. വേവിച്ച ആഹാരം ഒരു ഇലയിലേക്ക് അവൾ മാറ്റി. രാഘവ് അതിൽ നിന്നും ഒരു കഷ്ണം കിഴങ്ങെടുത്തു. അത് കഴിച്ചതും അവന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം വന്നു. ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു രുചിയായി ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. ഇത് പ്രകൃതി തരുന്ന രുചിയാണ് രാഘവ്. രാഘവ് ആഹാരം നോക്കി. അവന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു പുതിയ ചിന്ത ഉണർന്നു വന്നു. അവൻ ഈ യാത്ര തുടങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളായി. അതിനുശേഷം ആ ദിവസത്തിൽ നിന്നും ഏകദേശം 5 വർഷത്തിനു ശേഷം കടലിന്റെ കരയിലായി കളിമണ്ണ് കൊണ്ടും മുള കൊണ്ടും കെട്ടപ്പെട്ട ഒരു ചെറിയ ഡാബ അവിടെ ഉണ്ടായിരുന്നു. ശാന്തത നിറഞ്ഞ സ്ഥലമായും കാറ്റു നിറഞ്ഞ സ്ഥലമായും ഇരുന്നു. ഡാബയുടെ എൻട്രൻസിൽ ഇല കൊണ്ട് ചെയ്യപ്പെട്ട ഒരു ബോർഡ് തൂക്കിയിട്ടിരുന്നു. ഈ ഡാബ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഘവാണ്. ഇപ്പോൾ അവന്റെ പ്രായം അല്പം അധികമായി തോന്നാൻ തുടങ്ങി. അവൻ കാട്ടിലെ പഴങ്ങളും പച്ചക്കറികളും കൊണ്ട് ഗ്രാമത്തിനുള്ള ആഹാരം ഉണ്ടാക്കുകയായിരുന്നു. ചോട്ടു, ടേബിൾ നമ്പർ 3-ൽ കുറച്ച് കാട്ടുതേനും മുള ആന്താസി എടുത്തുകൊണ്ടുപോ. വേഗമാവട്ടെ. ഇതാ വന്നു രാഘവ് ചേട്ടാ. എല്ലാവരും നിങ്ങൾ കൊടുക്കുന്ന ജ്യൂസിന് ഒരുപാട് മയങ്ങിപ്പോയിട്ടുണ്ട്. ചോട്ടു ഇപ്പോൾ വലിയവനായി വളർന്നു. രാഘവിനെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുകയായിരുന്നു അവൻ. ജനങ്ങൾ ആ ഡാബയിലേക്ക് വന്ന് രുചികരമായ ഭക്ഷണം കഴിച്ച് വളരെ സന്തോഷിച്ചു. അപ്പോഴാണ് അവിടേക്ക് ഭീം വന്നത്. രാഘവ്, നീ ഞങ്ങളുടെ പഴയ മുറിയിലേക്ക് ഒരു പുതിയ രൂപം തന്നിട്ടുണ്ട്. ഇതുപോലെ സംഭവിക്കുമെന്ന് ഞങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടേ ഇല്ല. ഭീം ചേട്ടാ, ഇതെല്ലാം നിങ്ങളുടെ കരുണ തന്നെയാണ്. ഈ കാട് എനിക്ക് ഒരു പുതിയ ജീവിതം തന്നിട്ടുണ്ട്. നമ്മളുടെ ഭൂമിയിലേക്ക് ഈ ഡാബ ഞാൻ പറയുന്ന നന്ദിയാണ്. സാഹചര്യം വളരെ ശാന്തമായിരുന്നു. പ്രകൃതി ഭക്ഷണത്തിന്റെ മണം ജനങ്ങളുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞിരിക്കുകയാണ്. രാഘവ്, ഭീം പിന്നെ ചോട്ടു അതേ സന്തോഷത്തോടു കൂടി നോക്കി. അതിനുശേഷം ഒരു ദിവസം ആ ദ്വീപിന്റെ കരയുടെ അടുത്ത് ഒരു മോട്ടോർ ബൈക്ക് വന്നു. കാണാൻ വളരെ ബുദ്ധിയുള്ളവനായി തോന്നപ്പെടുന്ന ഒരു യുവാവ് ബോട്ടിൽ നിന്നും താഴേക്കിറങ്ങി. അദ്ദേഹത്തെ തുടർന്ന് വേറൊരു യുവാവും താഴേക്കിറങ്ങി. കബീർ ചിരിച്ചുകൊണ്ട് 4 ദിശയിലേക്കും ചുറ്റി നോക്കി. എന്നിട്ട് ക്യാമറയുടെ മുൻപിൽ തന്റെ റിപ്പോർട്ടിംഗ് തുടങ്ങി. സുഹൃത്തുക്കളെ, 5 കൊല്ലങ്ങൾ മുൻപ് ഒരു മത്സ്യക്കാരൻ കൊടുങ്കാട്ടിൽ കാണാതെ പോയിട്ടുണ്ട്. അവർ മരണിച്ചെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷെ കുറച്ച് ദിവസങ്ങൾ മുൻപാണ് സമുദ്രത്തിലെ ഒരു ബോട്ട് അറിയാതെ ഒരു പുതിയ ദ്വീപിൽ ഒരു ഡാബയിനെ കണ്ടു. ആ രാഘവ് ജീവനോടുണ്ടോ? വരൂ ചെന്ന് നോക്കാം. കബീറും ക്യാമറാമാനും ആ ഡാബയെ നോക്കി വരാൻ തുടങ്ങി. പക്ഷെ പോകുന്ന വഴിയിൽ അവർ ചോട്ടുവിനെ കണ്ടു. കബീർ അവനോട് സംസാരിക്കാനായി ഒന്ന് ശ്രമിച്ചു നോക്കി. നിങ്ങൾ ഈ ദ്വീപിലെ ആളാണോ?
ഇവിടെ രാഘവെന്ന് ആരെങ്കിലും ഉണ്ടോ? സിറ്റിയിൽ നിന്ന് വന്നവര്? നിങ്ങൾ എല്ലാവരും ആരാണ്? പിന്നെ ഈ വിചിത്ര കറുത്ത സാധനം എന്താണ്? ഞങ്ങൾ പുറത്തിലെ ആൾക്കാരോട് സംസാരിക്കില്ല. പേടിക്കണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല. ഞങ്ങൾ രാഘവനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ചോട്ടു കുറച്ചു സമയം ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ അവന് കബീറിനെ കണ്ടപ്പോൾ നല്ലവനായി തോന്നി. അവൻ അവരെ ഡാബയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. കുറച്ചു സമയത്തിന് ശേഷം ചോട്ടു ക്യാമറാമാനെയും കബീറിനെയും ഡാബയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. രാഘവ് ജീവനോടെ ഇരിക്കുന്നത് കണ്ടിട്ട് കബീർ ഞെട്ടിപ്പോയി. നിങ്ങൾ ശരിക്കും രാഘവാണോ? നിങ്ങൾ ജീവനോടുണ്ടോ? നിങ്ങൾ മരണിച്ചു എന്ന് നിങ്ങളുടെ ഗ്രാമത്തിലെ ആൾക്കാർ വിചാരിക്കുന്നു. അതെ, ഞാനാണ് രാഘവ്. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ കാട്ടിലെ ആളാണ്. വരൂ, നിങ്ങൾ ഇത്ര ദൂരത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, എന്തെങ്കിലും കഴിച്ചേക്ക്. രാഘവ് അദ്ദേഹത്തെ ഒരു ടേബിളിൽ ഇരുത്തി. പിന്നെ കാട്ടിലെ പച്ചക്കറികളും ഔഷധങ്ങളും കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ആഹാരം അവർക്ക് കൊടുത്തു. ക്യാമറാമാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ഇത് എന്താണ് രാഘവ് സർ? ആദ്യം ഇത് എടുത്ത് കുറച്ച് കഴിക്ക്, പിന്നെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ നിർണ്ണയിക്ക്. കബീർ ചെറുതായി ചിന്തിച്ചുകൊണ്ട് ഒരു വായ എടുത്ത് കഴിച്ചു. പിന്നെ അദ്ദേഹത്തിന് അത് ഒരുപാട് ഇഷ്ടമായി. ഓ മൈ ഗാഡ്, ഈ രുചി ഒരുപാട് അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ ഒരു വിചിത്രമായ ഫ്രഷ്നെസ് ഉണ്ട്. രാഘവ് കിച്ചന്റെ കതകിനടുത്ത് നിന്നുകൊണ്ടിരുന്ന സോമുവിനെയും ചോട്ടുവിനെയും നോക്കി ചിരിച്ചു. 3 പേരും മാറി മാറി നോക്കി പരസ്പരം ചിരിച്ചു. രാഘവ് അവിടെ നിന്നും കബീറിനെയും കൂട്ടുകാരനെയും വിളിച്ച് ആ കാട് മുഴുവൻ ചുറ്റിക്കാണിച്ചു. അവർക്ക് പ്രകൃതിയുടെ ഭംഗിയും കാട്ടിലെ പഴങ്ങളും കാണിച്ചു. രാഘവ് അവിടെ പുതിയതായി നട്ടുവെച്ച ചെടികൾ, പിന്നെ വലിയ വലിയ മരങ്ങളെല്ലാം കാണിച്ചു. ക്യാമറാമാൻ ഇതെല്ലാം തന്റെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് എടുക്കുകയായിരുന്നു. രാഘവ് സർ, നിങ്ങളുടെ ഭക്ഷണം ഒരുപാട് അടിപൊളിയായിട്ടുണ്ട്. കാട്ടിൽ നിന്ന് ദിവസങ്ങൾ പഴങ്ങൾ എടുക്കുന്നത് കൊണ്ട് അത് നഷ്ടപ്പെടില്ലേ? ഇതാണ് വലിയ കാര്യം മിസ്റ്റർ കബീർ. നമ്മൾ കാട്ടിൽ നിന്ന് ഏതാണ് എടുക്കുന്നത് അതിനെ ഡബിളായിട്ട് തിരിച്ചു തരണം. കബീർ രാഘവിന്റെ കഴിവും അവൻ പ്രകൃതിയോട് വെച്ചിട്ടുള്ള സ്നേഹവും കണ്ട് ചിരിക്കാൻ തുടങ്ങി. അദ്ദേഹം ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, ഇതൊരു മുഖ്യമായ പാഠമാണ്. സിറ്റിയിലെ ആൾക്കാർ കാട്ടിനെ അഴിക്കുന്നു, പക്ഷെ ഇവിടെ ഈ ആദിവാസി ആളുകളും രാഘവും ചേർന്നിട്ട് പ്രകൃതിനെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ക്യാമറാമാൻ ആ കാട് മുഴുവൻ ചുറ്റി വീഡിയോ എടുത്തു. പിന്നെ പലവിധമായ പച്ചക്കറികൾ, പഴങ്ങൾ, കിഴങ്ങുകൾ എല്ലാം തന്നെ റെക്കോർഡ് ചെയ്തു. അവിടെ നിന്നും തിരികെ വന്ന് കബീർ ആദിവാസികളുടെ ഡാബയുടെ മുന്നിലായി വന്ന് നിൽക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ, ഇതാണ് ആദിവാസി ഡാബയുടെ കഥയാണ്. ഇത് ഡാബയുടെ കഥ മാത്രമല്ല, ഇത് നമ്മൾക്ക് കിട്ടിയ ഒരു പാഠമാണ്. നമ്മൾ എങ്ങനെയാണ് പ്രകൃതിയെ നഷ്ടം ചെയ്യാതെ ഒരു നല്ല ജീവിതം ജീവിക്കണമെന്ന പാഠമാണ്. രാഘവ് ഇനി തിരിച്ച് സിറ്റിയിലേക്ക് വരില്ല, കാരണം അദ്ദേഹത്തിന് ഒരു ശരിക്കുമുള്ള കുടുംബവും സന്തോഷവും ഇവിടെ കിട്ടിയിട്ടുണ്ട്. കബീർ രാഘവിനെ തിരിഞ്ഞു നോക്കി. നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് രാഘവ് സർ, ഞങ്ങൾക്ക് ഈ വഴി കാണിച്ചതിന്. ഞാനും നിങ്ങൾക്ക് നന്ദി പറയുന്നുണ്ട്. ഈ ലോകത്തിലേക്ക് ഒരു കാര്യം പറയൂ, കാട്ടിനെ രക്ഷിക്കണമെന്ന് പറയൂ. കാട് എപ്പോഴും നമുക്ക് വിശപ്പ് തരില്ല. കബീർ ശരിയെന്ന് തല അനക്കി. അതിനുശേഷം ക്യാമറാമാൻ തന്റെ റെക്കോർഡിംഗ് അവസാനിപ്പിച്ചു. കബീറും ക്യാമറാമാനും അവരുടെ ബോട്ട് എടുത്തുകൊണ്ട് ആ ദ്വീപിൽ നിന്നും പുറപ്പെട്ടു. രാഘവ് ആദിവാസി സമൂഹത്തോടൊപ്പം ചേർന്ന് അവിടെ അതേ ദ്വീപിൽ ഇരിക്കുകയായിരുന്നു. തന്റെ മൺമണം മാറാത്ത ആദിവാസി ഡാബ നടത്തിക്കൊണ്ട് വരികയാണ്. കഥ ഇതോടുകൂടി അവസാനിക്കുന്നു. ഈ കഥയുടെ തുടക്കം ഗ്രാമത്തിലെ മാർക്കറ്റിലാണ് തുടങ്ങുന്നത്. റോഷൻ തന്റെ ലിറ്റ്ലി ചോക്ക കടയിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം കാണാൻ വളരെ വിഷമത്തോടെ ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ നിലക്കരി അടുപ്പത്ത് പോലും തീയില്ലായിരുന്നു. ജനങ്ങൾ അതുവഴി വരുന്നുണ്ട്. തീയില്ലാത്ത നിലക്കരി അടുപ്പ് കണ്ടതും അവർ അത് കണ്ടിട്ട് കാണാത്തതുപോലെ അവിടെ കടന്നു ചെല്ലുന്നു. എന്റെ ദൈവമേ, ഇന്ന് 3ാമത്തെ ദിവസമാണ്. നിലക്കറിയുടെ വില ഒരുപാട് അധികമായിട്ടുണ്ട്. എന്നെ കൊണ്ട് അത് വാങ്ങിക്കാൻ പറ്റില്ല. നെരുപ്പില്ലാതെ ഞാൻ എങ്ങനെയാണ് ലിറ്റ് ചെയ്യും? ഒരുപക്ഷെ ഇന്നും വ്യാപാരം നടന്നില്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് എങ്ങനെ ഭക്ഷണം കിട്ടും? അപ്പോഴാണ് അവന്റെ പരിചയക്കാർ കുറച്ച് ആളുകൾ അതുവഴി വന്നവർ ആ കടയിനടുത്തേക്ക് വന്നത്. എന്താ മോനെ ലോഷൻ, ഇന്നും നീ ലിട്ടി ചെയ്തില്ലേ? ഞങ്ങൾക്ക് ഒരുപാട് വിശക്കുന്നുണ്ട്. ക്ഷമിക്കൂ ചേട്ടാ, നിലക്കരി ഒരുപാട് വില കൂടിയിട്ടുണ്ട്. ഈ അടുപ്പ് എരിക്കാനായിട്ട് എന്റെ അടുത്ത് കുറച്ച് പൈസ പോലും ഇല്ല. അപ്പോഴാണ് അതുവഴി ഭയങ്കരമായ ശബ്ദത്തോടു കൂടി വന്ന ഒരു കാറ് റോഷന്റെ കടയുടെ മുന്നിൽ വന്ന് നിന്നത്. സുരേഷ് ആ കടയിൽ നിന്നും താഴേക്കിറങ്ങി. അദ്ദേഹം റോഷന്റെ കടയിലേക്ക് നേരെ വന്നു. അദ്ദേഹത്തെ കണ്ടതും റോഷൻ പേടിച്ചു വിറയ്ക്കുകയായിരുന്നു. എന്താ റോഷൻ, 3 ദിവസങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. നീ ജോലിയില്ലാതെ വെറുതെ ഇരിക്കുന്നു. ഇങ്ങനെ ഇരുന്നിട്ട് വ്യാപാരം ചെയ്യാതിരുന്നാൽ എന്റെ കട വാടക നീ എങ്ങനെ തരാൻ പറ്റും? ഇന്ന് വൈകുന്നേരത്തിനകം എനിക്ക് എന്റെ പൈസ വരണം. മുതലാളി,
എനിക്ക് കുറച്ച് ദിവസങ്ങൾ അവകാശം തരൂ. നിലക്കറിയുടെ വില ഒരുപാട് കൂടിയത് കാരണം ജോലി നടന്നിട്ടില്ല. എല്ലാം ഏർപ്പാട് ചെയ്തതിനു ശേഷം ഞാൻ വേഗം നിങ്ങളുടെ പൈസ തന്നേക്കും. ആവശ്യമില്ലാതെ നിന്റെ സംസാരങ്ങളൊക്കെ എനിക്ക് വേണ്ട. വൈകുന്നേരത്തിന്റെ അകം എന്റെ വാടക തന്നില്ലെങ്കിൽ മര്യാദയായിട്ട് നിന്റെ കട മൂടിയിട്ട് ഇവിടെ നിന്ന് പോയേക്ക്. ഞാൻ ഇവിടെ ഒരു വലിയ സ്വീറ്റ് കട തിരക്കാൻ പോകുന്നുണ്ട്, ഓർമ്മയിൽ വെച്ചോളൂ. സുരേഷ് അവനെ നന്നായി പേടിപ്പിച്ചിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു. അദ്ദേഹം പോയി കുറച്ചു കഴിഞ്ഞതും റോഷൻ വളരെ പേടിയോടുകൂടി അവന്റെ സ്ഥലത്തിരിക്കുകയായിരുന്നു. വിമല രാത്രി തുണി തയ്ക്കുകയായിരുന്നു. അപ്പോഴാണ് റോഷൻ വളരെ സങ്കടത്തോടെ തല കുനിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നത്. വിമല അദ്ദേഹത്തിന് വേണ്ടി ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ടുവന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എന്തുപറ്റി? ഇന്നും ഒരു കച്ചവടവും നടന്നില്ലേ? പിന്നെ ആ മുതലാളി സുരേഷ് ഇന്നും അവിടേക്ക് വന്നിരുന്നോ? അതെ വിമല, അദ്ദേഹം പറഞ്ഞു നാളെ വാടക തന്നില്ലെങ്കിൽ കട എടുത്തേക്കുമെന്ന് പറഞ്ഞു. നിലക്കറിയില്ലാതെ ഏത് ഭക്ഷണമാണ് ചെയ്യുമെന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഗ്രാമത്തിലെല്ലാവരും അതേ ലിട്ടിച്ചോക്കവാണ് ചോദിക്കുന്നത്. പക്ഷെ അത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് നെരുപ്പ് ആവശ്യമാണ്. ശരി ശരി, വിഷമിക്കേണ്ട. തീർച്ചയായും എന്തെങ്കിലും ഒരു വഴി കിട്ടും. ഒരു കതക് മൂടപ്പെട്ടാൽ തീർച്ചയായും ദൈവം മറ്റൊരു കതക് നമ്മുടെ മുന്നിൽ തുറക്കും. നമ്മൾ അല്പം കാത്തിരിക്കണം. റോഷന്റെ മുഖത്ത് വിശ്വാസത്തോടുകൂടി ഒരു ചെറിയ പുഞ്ചിരി വന്നു. അവർ രണ്ടുപേരും കഴിക്കാനായി താഴേക്കിരിക്കാൻ പോകുമ്പോൾ അപ്പോഴാണ് വീടിന്റെ കതക് തട്ടുന്ന ശബ്ദം കേട്ടത്. റോഷൻ വേഗം എണീറ്റു. നേരെ ചെന്ന് കതക് തുറന്നു. മുൻപിൽ ഉയരമുള്ള ഒരു മനുഷ്യനായ വിനോദ് നിൽക്കുകയായിരുന്നു. നമസ്കാരം സർ, ഞാൻ ഒരുപാട് ദൂരെ നിന്ന് വരുന്നുണ്ട്. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളവും കഴിക്കാൻ ഭക്ഷണവും കിട്ടുമോ? അതിനു പകരം ഞാൻ നിങ്ങൾക്ക് പൈസ തരുന്നുണ്ട്. റോഷൻ ഒട്ടും സമയം പാഴാക്കാതെ എന്തു പറഞ്ഞെന്നാൽ, പൈസ കുറിച്ച് സംസാരിക്കണ്ട സാറേ, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന അതിഥിയാണ്. പക്ഷേ സത്യം പറയണമെങ്കിൽ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ദാലും കുറച്ച് സബ്ജി മാത്രമാണ് ഉള്ളത്. നെരുപ്പ് ഉണ്ടാക്കാനായിട്ട് നിലക്കരി പോലും ഇല്ല. നിലക്കരി ഇല്ലയോ? ശരി, കുഴപ്പമില്ല. നിങ്ങളുടെ അടുത്ത് കുടിക്കാൻ വെള്ളം കിട്ടുമോ? റോഷനും വിമലയും ഒന്ന് ഞെട്ടിപ്പോയി. എന്നാലും അവർ വിനോദിനെ വീട്ടിനകത്തേക്ക് വരാൻ സമ്മതിച്ചു. വീട്ടിലേക്ക് വന്നതും വിനോദ് നോക്കി. വീട്ടിനകത്ത് കുറച്ച് ഉഴുന്നും അരിയും കുറച്ച് പച്ചക്കറികളും മാത്രമുണ്ട്. അദ്ദേഹത്തിന്റെ ബാഗ് തുറന്നു. അതിൽ നിന്നും ഒരു പാത്രം പുറത്തെടുത്തു. റോഷനും വിമലയ്ക്കും അത് കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന്. ഞാൻ നമ്മളുടെ സൗത്ത് ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്. ആൾക്കാര് നേരായിട്ട് നെരുപ്പിൽ പാചകം ചെയ്യില്ല, നീരാവി കൊണ്ടാണ് ഭക്ഷണം ചെയ്യുന്നുണ്ട്. അതിനെ ഇഡ്ലി എന്ന് പറയുന്നുണ്ട്. അത് വളരെ സോഫ്റ്റ് ആയിട്ട് ആരോഗ്യമായിട്ട് ഉണ്ടാവും. നീരാവിയിലോ? പക്ഷേ ഇവിടെയുള്ള എല്ലാവർക്കും ചോക്കയാണ് ഇഷ്ടം. നല്ല എരിവുള്ള ആ രുചി ഇഡലിയിൽ എങ്ങനെ കിട്ടാനാണ്? അതാണ് രുചി. നമ്മൾ ബീഹാറിന്റെ രുചിനെ സൗത്തിനോട് ചേർക്കാം. നമ്മൾ ഇപ്പോൾ ഇഡ്ലി ചോക്ക ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൽ അധ്വാനം കുറവാണ്, നെരുപ്പും കുറവായിട്ട് തന്നെ ആവശ്യപ്പെടും. പിന്നെ ഇതിന്റെ രുചി ഒരുപാട് അടിപൊളിയായിട്ടുണ്ടാവും. റോഷന്റെ കണ്ണുകളിൽ വീണ്ടും ആത്മവിശ്വാസം നിറഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം 3 പേരും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. വിനോദും റോഷനും കൈ ഉരൽ കൊണ്ട് കുതിർത്ത ഉഴുന്ന് പിന്നെ അരിയെ അരയ്ക്കാൻ തുടങ്ങി. മറ്റൊരു വശത്ത് വിമല ചെറിയ തീയിൽ ചോക്കയ്ക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വേവിച്ചു. കുറച്ചു സമയത്തിന് ശേഷം വിനോദും റോഷനും മാവരയ്ക്കുന്ന ജോലി തീർത്തു. ഇപ്പോൾ ഈ മാവ് കുറച്ച് പുളിച്ചു വരണം. അതിനകം നമ്മൾ ചോക്ക റെഡിയാക്കാം. 3 പേരും ചേർന്ന് വേവിച്ച ഉരുളക്കിഴങ്ങും കത്തിരിക്കയും എടുത്തു. എന്നിട്ട് അതിന്റെ തോലുരിക്കാൻ തുടങ്ങി. അതിനുശേഷം വിമല കത്തിരിക്ക ഉരുളക്കിഴങ്ങിലേക്ക് പച്ചമുളക്, തക്കാളി, ഉള്ളി, മല്ലിയിലയും കൂടി ഇട്ട് സ്മാഷ് ചെയ്യാൻ തുടങ്ങി. ഇതിലൽപ്പം കടുകെണ്ണ നമുക്ക് ഒഴിക്കാം. അത് ശരിക്കുമുള്ള ബീഹാരി രുചി നമുക്ക് നൽകും. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങച്ചാറും. റോഷൻ അതിലേക്ക് മസാല ഇട്ടു. പിന്നെ കുറച്ചു സമയത്തിനകം അവരുടെ ചോക്ക കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞു. അതോടെ സമയവും കടന്നുപോയി. പിന്നെ ഇപ്പോൾ ഇഡ്ഡലി ചെയ്യാനുള്ള ഏർപ്പാടുകൾ തുടങ്ങി. വിനോദ് ആ സ്റ്റാൻഡ് എടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ചു. പിന്നെ ഓരോ കുഴിയിലും ചെറുതായി മാവ് ഒഴിക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം ആ സ്റ്റാൻഡ് തിളച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ളത്തിന് മുകളിൽ വെച്ചു. അതിന്റെ മുകളിൽ അദ്ദേഹം മൂടി വെച്ചു. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തോളൂ. നീരാവി തന്റെ പണി ചെയ്യണമല്ലേ? പാത്രത്തിൽ നിന്നും പതുക്കെ പതുക്കെ നീരാവി പുറത്തു വരാൻ തുടങ്ങി. പിന്നെ എല്ലാ വശത്തും ആ ആഹാരത്തിന്റെ മണം നിറയാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം വിനോദ മൂടി തുറന്നു. അകത്ത് ചെറിയതായി ഭംഗിയുള്ളതായി വെളുത്തതായി ഇഡ്ഡലി ഉണ്ടായിരുന്നു. റോഷൻ അത് വളരെ ശ്രദ്ധയോടെ പുറത്തെടുത്തു.
കുറച്ചു സമയത്തിന് ശേഷം 3 പേരും ചേർന്ന് ഇഡ്ഡലി കഴിക്കാൻ തുടങ്ങി. വിമല എല്ലാവർക്കും 2 ഇഡ്ഡലി എടുത്തു വെച്ചു. പിന്നെ അതിന്റെ കൂടെ അത്ഭുതമായ മസാല നിറഞ്ഞ ചോക്കയും വെച്ചു. ഇതാ പിടിച്ചോ റോഷൻ ചേട്ടാ, നിങ്ങളുടെ ഇഡ്ഡലി ചോക്ക റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് കഴിച്ചു നോക്ക്. റോഷൻ ആ ഇഡ്ഡലിയിൽ നിന്നും ഒരു ചെറിയ കഷ്ണം എടുത്തു. അത് ചോക്കയിലേക്ക് മുക്കി. എന്നിട്ട് അദ്ദേഹം കഴിച്ചു. അത് അദ്ദേഹം കഴിച്ചതും തന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് നിറഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ മുഖത്തൊരു വല്ലാത്ത സന്തോഷമുണ്ടായി. വാവ്, ഇത് ഒരുപാട് അടിപൊളിയായിട്ടുണ്ട്. ലിറ്റി പോലെ സ്ട്രോങ് ആയിട്ടില്ല, പക്ഷേ അതേ രുചിയുണ്ട്. പക്ഷേ ഇത് ഉണ്ടാക്കാനായിട്ട് പകുതി നിലക്കറി മാത്രമാണ് ആവശ്യം. ശരിക്കും ഇത് മായമാണ്. സത്യമാണ്, ഇത് ശരിക്കും വളരെ രുചികരമായിട്ടുണ്ട്. ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമാകും. അവർ ഉണ്ടാക്കിയ ആഹാരത്തിന്റെ രുചി അവർ 3 പേർക്കും വളരെ ഇഷ്ടമായി. അതേ സന്തോഷത്തോടെ ആ രാത്രി കടന്നുപോയി. അടുത്ത ദിവസം റോഷൻ ഒരു പുതിയ വിശ്വാസത്തോടെ തന്റെ കടയിലേക്ക് വന്നു. അദ്ദേഹം പാത്രം കൊണ്ടുവന്ന് കൗണ്ടറിൽ വെച്ചു. എന്നിട്ട് പുതിയതായി തയ്യാറാക്കിയ തന്റെ ഇഡ്ഡലി ചോക്ക അതിലേക്ക് ഒഴിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അവിടെ ജനങ്ങൾ കൂടി വരാൻ തുടങ്ങി. ആ മാർക്കറ്റിലെ ജനങ്ങൾ നീരാവി കൊണ്ട് ചെയ്യുന്ന ഈ ആഹാരം ഇതുവരെ കണ്ടിട്ടേയില്ല. വരൂ ചേട്ടാ വരൂ, വന്ന് കളിക്കൂ. മായ ഇഡ്ഡലി ചോക്ക ആരോഗ്യമുള്ളതും രുചിയായതും എണ്ണയില്ലാതെ കുറച്ച് തീയിൽ ഉണ്ടാക്കിയ അത്ഭുതമായ ടിഫൻ. ഒരാൾ അത് കഴിച്ചിട്ട് സന്തോഷം കൊണ്ട് പറഞ്ഞു, ഷെടാ, ഇത് ഒരുപാട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ പല്ല ആവശ്യമില്ല. പിന്നെ ചോക്കയുടെ രുചി ഒരുപാട് അടിപൊളിയായിട്ടുണ്ട്. ഷെടാ റോഷൻ, ഇന്നൊരു പ്ലേറ്റ് തരൂ. പതുക്കെ പതുക്കെ വീണ്ടും ഒരുപാട് ആളുകൾ ഇഡ്ഡലി ചോക്ക വാങ്ങാൻ തുടങ്ങി. ഇപ്പോൾ റോഷന്റെ കടയിൽ ഒരുപാട് ആളുകൾ വന്നു തുടങ്ങി. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് അദ്ദേഹത്തിന് നല്ല കച്ചവടമുണ്ടായി. കുറച്ചു സമയത്തിന് ശേഷം സുരേഷ് വീണ്ടും അവിടേക്ക് വന്നു. അദ്ദേഹം റോഷന്റെ കടയിലുള്ള തിരക്ക് കണ്ടിട്ട് അവിടെ തന്നെ നിന്നു. അതിനുശേഷം അദ്ദേഹം ജനങ്ങൾക്കിടയിൽ കൂടി വഴിയുണ്ടാക്കി നേരെ റോഷന്റെ അടുത്തേക്ക് വന്നു. എന്ത് കളിയാണ് ഇത് റോഷൻ? ഞാൻ പറഞ്ഞല്ലേ വാടക തരണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയേക്കണമെന്ന്. പിന്നെ എന്താ ഇത് വെള്ളയായിട്ട് ഏതോ വിൽക്കുന്നത്? ഇത് നമ്മളുടെ ഗ്രാമത്തിന്റെ ഭക്ഷണമല്ലല്ലേ? മുതലാളി, രുചിക്ക് ഏതൊരു ഗ്രാമവും ഇല്ല. ഇത് ഇഡ്ഡലി ചോക്ക ആണ്. ഇത് ബീഹാർ പിന്നെ സൗത്തിന്റെ മിക്സ് ആണ്. ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങളും ഇത് കഴിച്ചു നോക്ക്. സുരേഷ് വളരെ സംശയത്തോടെ ആ പ്ലേറ്റിലേക്ക് നോക്കി. ആ ആഹാരത്തിന്റെ മണം വളരെ നന്നായിരുന്നു. അദ്ദേഹം ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി. ആ ആഹാരം വയറിന് വളരെ ലഘുവായി തോന്നി. അതിന്റെ രുചിയും അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായി. ഇതിന്റെ രുചി മോശമായിട്ടില്ല. പക്ഷേ എന്റെ വാടക എവിടെ പോയി? റോഷൻ തന്റെ ബെഞ്ചിൽ നിന്നും ഒരു നോട്ട് കെട്ട് കയ്യിലെടുത്തു. എന്നിട്ടത് അദ്ദേഹത്തിന് നൽകി. ഇതാ പിടിച്ചോ മുതലാളി, നിങ്ങളുടെ മുഴുവൻ വാടക. പിന്നെ കുറച്ച് പൈസ കൂടുതലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഉണ്ടാവുമല്ലേ? സുരേഷ് കാശ് കയ്യിൽ വാങ്ങി. എന്നിട്ട് ഒരു വശം സന്തോഷമായിരിക്കുന്ന ആളുകളെ നോക്കി. എന്നിട്ട് റോഷനെ നോക്കി. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, എല്ലാവർക്കും ഇത്രത്തോളം ഇഷ്ടപ്പെട്ട ഈ ആഹാരത്തിനു മുന്നിൽ ഇനി അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനാവില്ല എന്ന്. ശരി ശരി, കട വെച്ചേക്ക്. പക്ഷേ നാളെ എന്റെ വീട്ടിലേക്ക് 2 പ്ലേറ്റ് അടിച്ചേക്ക്. സുരേഷ് അവിടെ നിന്നും പോയി. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ സന്തോഷത്തോടെ റോഷന് വേണ്ടി കൈതട്ടി. അങ്ങനെ ഒരു വിധത്തിൽ സമയം സന്ധ്യയാകാൻ തുടങ്ങി. അവന്റെ എല്ലാ സാധനങ്ങളും വിറ്റുതീർന്നു. പുതിയ ആഹാരമായതുകൊണ്ട് അന്നത്തെ ദിവസം നല്ല രീതിയിൽ പോയി. ഇതിനിടയ്ക്ക് വിനോദും വിമലയും ആ കടയിലേക്ക് വന്നു. ഇന്ന് നിങ്ങൾ എന്റെ ജീവിതത്തിനെ രക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചത് ഒരു ഭക്ഷണം മാത്രമല്ല, അത് നിങ്ങൾക്ക് എനിക്ക് തന്ന പുതിയ വിശ്വാസമാണ്. ഞാൻ ഒന്നും ചെയ്തില്ല റോഷൻ, നിങ്ങൾ അധ്വാനിച്ചു. പിന്നെ മാറ്റത്തിനെ ജനങ്ങൾക്ക് കാണിച്ചു തന്നു. ഓർമ്മയിൽ വെച്ചോളൂ, നമ്മളുടെ പഴയ പാരമ്പര്യത്തിനോട് പുതിയ കാര്യങ്ങൾ ചേർക്കുമ്പോൾ അത്ഭുതം നടക്കുന്നുണ്ട്. ഇനി മുതൽ ഈ മാന്ത്രിക രുചിയുടെ പേരിൽ അറിയപ്പെടും നമ്മുടെ ഗ്രാമം. 3 പേരും സന്തോഷത്തോടെ അത് ശരിയാണെന്ന് സമ്മതിച്ചു. കുറച്ചു സമയത്തിന് ശേഷം വിനോദ് അവിടെ നിന്നും പുറപ്പെട്ടു. അദ്ദേഹം സ്നേഹത്തോടെ ചെയ്ത പുതിയ ആഹാരം ജനങ്ങളുടെ മനസ്സിൽ എന്നേക്കുമായി നിന്നു.